നബിയായ വാപ്പ എന്താ പറഞ്ഞത്? കുപ്പിയകത്തുള്ള വസ്തു എന്നുള്ള പാട്ട് പാടിക്കൊടുത്തോ? മക്കളെ, നിങ്ങളുടെ കൽബിലുള്ളത് ഞാൻ അറിയും, മറഞ്ഞ കാര്യങ്ങൾ ഞാൻ അറിയും. യൂസുഫ് കിണറ്റിലല്ലേ, ബാക്കി ഞാൻ യൂസുഫിനെ എടുത്ത് വന്നിട്ട് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി യൂസുഫിനെ കിണറ്റിൽ നിന്നെടുത്തോ? അറിഞ്ഞില്ല പിതാവ്. യൂസുഫിനെ കിണറ്റിൽ നിന്ന് ഒരു യാത്രാ സംഘം എടുത്തുകൊണ്ടുപോയത് അറിഞ്ഞില്ല പിതാവ്. തന്റെ ഇഷ്ടപ്പെട്ട മകന് ഒരു ചന്തയിലെ വിൽപ്പനക്ക് തിരക്കാക്കി നമ്മളുടെ പഴയ ഓർക്കാട്ടേരിയും കുറ്റ്യാടിയും ഒക്കെ നടന്നിരുന്ന കന്നുകാലി ചന്തകളിൽ കാലുകളെ വിൽക്കാൻ വെച്ചതുപോലെ തന്റെ കരളിന്റെ കഷണമായ മകനെ ഒരു ചന്തയിൽ വിൽപ്പനക്ക് വെച്ച വിവരം യാക്കൂബ് നബി അലൈഹിസ്സലാം അറിഞ്ഞില്ലെങ്കിൽ ഏത് തങ്ങളാ പ്രിയപ്പെട്ടവരെ അതിനപ്പുറം അറിയാൻ പോകുന്നത്? കരഞ്ഞ് കരഞ്ഞ് ആ പാവപ്പെട്ട മനുഷ്യന്റെ നബിയുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. നമുക്ക് വിശ്വസിക്കാൻ കഴിയോ? അതാ ഈ കെ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത്, മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല എന്ന ഈ ഖുർആനിന്റെ ആശയം അത് പറയാൻ പാടില്ല, അത് പറയുന്നത് ശരിയാവുകയില്ല എന്ന് പറയാനുള്ള കാരണത ഈ അധ്യായം സൂറത്ത് യൂസുഫ് മാത്രം മതി. അതിനപ്പുറത്ത് എന്തൊക്കെ സൂറത്തുൽ കഹ്ഫിലുള്ള സംഭവങ്ങൾ ഔലിയാക്കന്മാരുമായി ബന്ധപ്പെട്ടതല്ലേ? ഗുഹാവാസികൾ ഉറങ്ങിപ്പോയി, എഴുന്നേറ്റപ്പോ അവരുടെ ധാരണ എന്താ? ഒരു ദിവസം അല്ലെങ്കിൽ ദിവസത്തിൽ നിന്ന് അല്പഭാഗം അത്രേ ഉറങ്ങിയിട്ടുള്ളൂ. എന്നിട്ട് നാണയമെടുത്ത് അങ്ങാടിയിലേക്ക് പറഞ്ഞേക്കാണ് കൂട്ടത്തിൽ ഒരാളെ. എന്തിന്? സാധനം വാങ്ങാൻ പോകാൻ. ഈ സുഹൃത്തുക്കൾ പറഞ്ഞപ്പോ മറ്റേ ഈ പോകാൻ നിശ്ചയിക്കപ്പെട്ട ആൾ എന്താ പറഞ്ഞത്? നിങ്ങൾ എല്ലാരും കൂടി എന്നെ പറ്റിക്കല്ലേ, നമ്മൾ ഉറങ്ങിയിട്ടത്ര കാലായി ചങ്ങായിമാരെ, ഇവിടെ രാജാവും നാണയം ഭരണാധികാരിയും നാടും നാട്ടുകാരും ഒക്കെ മാറിപ്പോയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ, നിങ്ങൾ എന്നെ പറ്റിക്കാണോ എന്ന് ചോദിച്ചോ? തിരിച്ച് ഇല്ല, അറിഞ്ഞില്ല. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ഒരാശയമാണിത്. വിശുദ്ധ ഖുർആൻ നൽകുന്ന അടിസ്ഥാനപരമായ ഒരു സന്ദേശമാണിത്. ആ സന്ദേശം ആളുകൾ അറിയരുത്, ആ സന്ദേശം ആളുകൾ കേൾക്കരുത്, ആ സന്ദേശം ആളുകൾ പഠിക്കരുത് എന്നതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പരിഭാഷയെ എതിർത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, മുജാഹിദുകൾക്ക് പുതിയതൊന്നും പറയാനില്ല, പുതിയൊരാശയത്തിലേക്കും ക്ഷണിക്കാനില്ല, പുതിയ എന്തെങ്കിലും ഒരായുധം നിങ്ങളുടെ കയ്യിലേക്ക് തരാനില്ല. മറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ, അതിലേക്കാണ് മുജാഹിദുകൾ ക്ഷണിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നുണ്ടോ അള്ളാഹിനെ പറ്റി നമ്മൾ ചില വിശ്വാസങ്ങളൊക്കെ ഇന്ന് സൂക്ഷിക്കുന്നുണ്ടല്ലോ? ഒരു വിശ്വാസിയുടെ സംസ്കരണത്തിന്റെ മാറ്റത്തിന്റെ തുടക്കം അവന്റെ വിശ്വാസത്തിൽ നിന്നല്ലേ? അള്ളാഹുവിനെ പറ്റിയുള്ള നമ്മളുടെ വിശ്വാസം എന്താ? നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവരാണല്ലോ. ദിക്റുകളിൽ സ്വലാത്തുകളിൽ ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരാണ്. ചിലപ്പോ മുജാഹിദുകളോട് ചിലര് പറയാറുണ്ട്, നിങ്ങളെക്കാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരാ ഞങ്ങള്. കാരണം ഞങ്ങൾ മയ്യിത്തുണ്ടുമ്പോ ചെല്ലാറുണ്ട്, ഞങ്ങൾ മരിച്ച വീട്ടിൽ ചെല്ലാറുണ്ട്, കബറിന്റെ പുറത്ത് ചെല്ലാറുണ്ട്. 1111 പ്രാവശ്യം, 3333 പ്രാവശ്യം, 5555 പ്രാവശ്യം, 7777 പ്രാവശ്യം ഒക്കെ സ്വലാത്ത് ചെല്ലുന്നവരാ ഞങ്ങള്. ഞങ്ങളോടാണ് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് ചോദിക്കാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊന്ന് സ്വയം ചോദിക്കുക. ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോ അതിനെന്ത് തെളിവാണ് എനിക്ക് പറയാനുള്ളത്? ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്നു, എന്താ അതിന്റെ തെളിവ്? എന്താ അതിനുള്ള തെളിവ് എന്ന് ചോദിച്ചാൽ പറയുന്ന ഒന്ന്, അല്ലാഹുവാണ് ഈ ലോകത്തിന്റെ സ്രഷ്ടാവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലാഹുവാണ് ഈ ലോകത്തിന്റെ നിയന്താവ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലാഹുവാണ് ഈ ലോകത്തിന്റെ കൈകാര്യകർത്താവ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലാഹുവാണ് എല്ലാം നൽകുന്നത് എന്ന്, അല്ലാഹുവാണ് എല്ലാം തടയുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെയല്ലേ നമുക്ക് പറയാനുള്ളത്? മക്കക്കാരുടെ വിശ്വാസത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ അശ്-ശംസ വൽ ഖമർ ലയഖൂലുന്ന അല്ലാഹ്. അല്ലാഹു പറയാൻ, വലഇൻ സഅൽതഹും നബിയെ, നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയാൽ,
നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയാൽ ആരോട് ത്വായിഫിൽ നിന്ന് നിങ്ങളെ കല്ലെറിഞ്ഞോടിച്ച നിങ്ങളുടെ ശത്രുക്കളോടല്ല. സുമയ്യ റളിയല്ലാഹു അൻഹയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ മക്കയിലെ ബഹുദൈവ നിങ്ങൾ ചോദിക്കേണ്ടത്, ഈ ചോദ്യം ചോദിക്കേണ്ടത് ആരോട്? ത്വായിഫിൽ നിന്ന് നിങ്ങളെ കല്ലെറിഞ്ഞോടിച്ചവരോട് ചോദിക്കുക. സുമയ്യ റളിയല്ലാഹു അൻഹയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയവരോട് ചോദിക്കുക. നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്നവരോട് ചോദിക്കുക. എന്ത്? മൻ ഖലഖസ് സമാവാതി വൽ അർദ്. ആരാ ആകാശഭൂമികൾ ഉണ്ടാക്കിയത്? ആരാ ആകാശഭൂമികൾ ഉണ്ടാക്കിയത്? വസഖറ ശംസ വൽ ഖമർ. ആരാണ് സൂര്യചന്ദ്രന്മാരെ സംവിധാനിച്ചത്? പ്രിയപ്പെട്ടവരെ, മുജാഹിദികൾ പുത്തൻവാദികളാണെന്ന്, മുജാഹിദികൾ പറയുന്നത് ദീനിലില്ലാത്തതാണെന്ന്, മുജാഹിദികൾ പറയുന്നത് നമ്മുടെ കാരണവന്മാർ വിശ്വസിച്ചതിനെതിരാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, അങ്ങനെ വിചാരിച്ചുകൊണ്ട് മുജാഹിദികളുടെ വാക്കുകൾ കേൾക്കാതിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സർവലോക രക്ഷിതാവായ റബ്ബ് പറയുന്നു, ഈ ചോദ്യം ആരാണ് ആകാശം ഉണ്ടാക്കിയതെന്ന്, ആരാണ് ഭൂമി ഉണ്ടാക്കിയതെന്ന്, ആരാണ് സൂര്യചന്ദ്രന്മാരെ സംവിധാനിച്ചതെന്ന് ഈ സത്യവിശ്വാസികളല്ലാത്ത അള്ളാഹുവിന്റെ ദീൻ അംഗീകരിക്കാത്ത ഈ ആളുകളോട് ചോദിച്ചാൽ അവര് പറയും അള്ളയാ. അബൂജഹൽ പറയും അള്ളയാണ് ആകാശം ഉണ്ടാക്കിയത്, അള്ളയാണ് ഭൂമി ഉണ്ടാക്കിയത്, അള്ളയാണ് സൂര്യചന്ദ്രന്മാരെ ഉണ്ടാക്കിയത്. പിന്നെ എവിടെയാ കുഴപ്പം? തീർന്നില്ല. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾക്ക് കഅബയോട് ബഹുമാനമുണ്ട്. അവർ കഅബയുടെ അരികിൽ ചെല്ലുന്നു. കഅബയുടെ അരികിൽ ചെല്ലുമ്പോ ബഹുമാനം മൂത്തിട്ട് അവര് ഉടുത്ത വസ്ത്രങ്ങളൊക്കെ അവിടെ അയച്ചു വെക്കുക. കാരണം അവരെ ന്യായം, നമ്മൾ ഇക്കണ്ട തോന്നിയാസങ്ങൾ മുഴുവൻ ചെയ്യുമ്പോൾ ധരിച്ച വസ്ത്രമായിട്ട് എങ്ങനെയാ ഈ കഅബയുടെ ബഹുമാനപ്പെട്ട ഈ കഅബയുടെ അടുത്ത് നിൽക്കുക? അതുകൊണ്ട് അള്ളാഹ് എങ്ങനെയാണ് നമ്മളെ പഠിച്ചത് അതുപോലെ നിന്നാ മതി എന്ന് പറഞ്ഞിട്ടാണ് വസ്ത്രം ധരിക്കാതെ കഅബയുടെ അരികിലേക്ക് പോകുന്നത്. എന്നിട്ട് അവരവിടെ വെച്ച് നടത്തുന്ന പ്രാർത്ഥന ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. പടച്ചോനെ, നിനക്കൊരു പങ്കാളിയുമില്ല. ലാ ശരീക ലക ലബ്ബൈക്, നിനക്കൊരു പങ്കാളിയുമില്ല. ഇല്ലാ ശരീകൻ, ഒരു പങ്കാളിയല്ലാതെ. എന്താ പങ്കാളിയുടെ പ്രത്യേകത? ഹുവ ലക തംലികുഹു വമാ മലക്. ആ പങ്കാളിയും ആ പങ്കാളിക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ അതൊക്കെയും നിനക്കുള്ളതാണ്. നീ കൊടുക്കാത്ത ഒരു കഴിവില്ലാത്തക്കില്ല, നീ കൊടുക്കാത്ത ഒരു കഴിവ് വൈസക്കില്ല, നീ കൊടുക്കാത്ത ഒരു കഴിവും മനാത്തക്കില്ല. അവർക്കുള്ള കഴിവുകളൊക്കെ നീ കൊടുത്തതാണ്. ആരാ പറയുന്നത്? മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ. ഇതാരാ പറഞ്ഞതെന്നത് അവരെങ്ങനെ പറയും?